പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോശുവയുടെ പുസ്തകം 24 അധ്യായം 15 വാക്യം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവയുടെ ജീവിതാന്ത്യത്തിൽ യോശുവ ജനത്തിന് മനോഹരമായ ഒരു ദൂത് കൊടുക്കുന്നതായുള്ള ചരിത്രം 23 അധ്യായത്തിൽ നാം വായിക്കുന്നു. തൻ്റെ മരണത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഇതാ ഞാൻ സകല ഭൂവാസികളുടെയും വഴിയിൽ പോകുന്നു എന്ന് യോശുവ പറയുന്നതായി നാം കാണുന്നുണ്ട്. ആയുസ്സ് നീട്ടി ദൈവം നൽകിയതുകൊണ്ടായിരിക്കാം 24 അധ്യായത്തിൽ താൻ ചില ഉപദേശങ്ങളിലൂടെ ഇസ്രായേൽ മക്കൾക്ക് നൽകുന്നു. അതിൻ്റെ അകത്ത് പ്രധാനമായി ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്നുള്ള വിശദമായ ഒരു വിവരമാണ് ഈ യോശുവയുടെ പുസ്തകത്തിലൂടെ നമുക്ക് നൽകി തരുന്നത്. നാം അവിടെ കാണുന്നത് ഇപ്രകാരമാണ്: ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അതായത് എന്ത് തരാമെന്ന് പറഞ്ഞാലും, ഈ ലോകത്തിലെ എന്തൊക്കെ ലഭിക്കുമെന്ന് പറഞ്ഞാലും ദൈവത്തെ സേവിക്കുന്നതിന് അല്ലെങ്കിൽ ദൈവത്തെ സേവിക്കുന്നത് വിട്ടുള്ള ഒരു കാര്യം ചെയ്യുവാൻ യോശുവ ആഗ്രഹിക്കുന്നില്ല എന്ന് നമുക്കവിടെ നിന്ന് മനസ്സിലാക്കാം. ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത് യോശുവയുടെ ഈ പ്രസ്താവന കുറേ നാളത്തേക്കെങ്കിലും ഇസ്രായേൽ മക്കളെ അനേകം ആയിരങ്ങളെ വളരെയധികം സ്വാധീനിക്കുവാനിടയായിത്തീർന്നു. ഇന്നും നമ്മെയും സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാക്ക് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കും പറയുവാൻ കഴിയുമോ, ഞങ്ങൾ യഹോവയെ സേവിക്കുന്നവരാ, ദൈവവഴിയിൽ നടക്കുന്നവരാ, ദൈവത്തെക്കുറിച്ച് അറിഞ്ഞ നമുക്കും അപ്രകാരം ജീവിപ്പാൻ കഴിയുമെന്നുള്ള വാക്കുകൾ ഈ ദിവസങ്ങളിൽ പ്രസ്താവിക്കുവാൻ നമുക്ക് കഴിയുമോ? നിശ്ചയമായി കർത്താവ് നമ്മെ സഹായിക്കും. അതിനായി നമുക്ക് ഒരുങ്ങാം, കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.